കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കറിയാം, എല്ലാവരും അവരുടെ ഫോൺ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അതിപ്പോൾ നമ്പർ ലോക്ക് ആകാം, പാറ്റേൺ ലോക്ക് ആകാം, ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ള ഫോൺ ആണെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കുന്നവരുണ്ടാകാം. ഇപ്പോൾ സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന S8 എന്ന് പറയുന്ന ഫോണിൽ ഫേസ് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഫീച്ചറുകൾ ലഭിക്കുന്നത് ഹൈ എൻഡ് മോഡൽ ഫോണുകളിലാണ്. നമ്മുടെ ഫേസ് ഉപയോഗിച്ച് നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യുന്ന ഫീച്ചർ ലഭിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് പോയി S8 എന്ന് പറയുന്ന ഫോൺ എടുക്കേണ്ട കാര്യമില്ല. അതിനായിട്ട് നമുക്ക് മറ്റു മാർഗങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ലാത്ത ഫോണിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്, കാരണം അത് ഫേക്ക് ആപ്ലിക്കേഷനാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇത് 100% വർക്ക് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ടായതിനു ശേഷം മാത്രമാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. IOBIT ആപ്പ് ലോക്ക് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഇതൊരു പ്രോ വേർഷൻ ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ ഫ്രീ വേർഷനും നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ പ്രോ വേർഷനിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റുകളൊന്നും വരത്തില്ല. ഈ വീഡിയോ കാണുന്ന ആദ്യത്തെ 5000 പേർക്ക് 6 മാസത്തേക്ക് ഇതിന്റെ പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് ലഭിക്കും. അതിനുള്ള കോഡ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം കാണുന്ന 5000 പേർക്ക് ഞാൻ നൽകുന്ന ആക്ടിവേഷൻ കോഡ് ഉപയോഗിച്ച് ഈ ആപ്ലിക്കേഷന്റെ പ്രോ വേർഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാറ്റേൺ ലോക്ക് കൊടുക്കുക. ഞാനിവിടെ ഒരു പാറ്റേൺ ലോക്ക് കൊടുത്തു. ആദ്യം നമുക്ക് ഈ മെയിൻ സ്ക്രീനിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അതിനുശേഷം താഴെയായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളൊക്കെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഫേസ് ലോക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഫേസ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കാണാം ഡൗൺലോഡിംഗ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഫേസ് ഇതിലേക്ക് കാണിക്കുക. ഈ റൗണ്ടിനുള്ളിൽ കാണിക്കുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫോൺ അൺലോക്ക് ചെയ്യാനും ആപ്ലിക്കേഷൻ അൺലോക്ക് ചെയ്യാനും ഒക്കെ തന്നെ നിങ്ങളുടെ ഫേസ് കാണിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ ഫോണിൽ ഏതെങ്കിലും പാറ്റേൺ ലോക്ക് കൊടുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ നമ്പർ ലോക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫേസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എനേബിൾ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കാൻ സാധിക്കും. ഇനി നമുക്കിത് എനേബിൾ ചെയ്തൊന്ന് നോക്കാം. ഞാനിത് ഇവിടെ ഒന്നും എനേബിൾ ചെയ്യുകയാണ്. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ് ഇതിലേക്ക് കൊണ്ടുവരിക. നോക്കുക, ഞാനിവിടെ എന്റെ ഫേസ് ഇതിലേക്ക് കൊണ്ടുവന്നു. എന്റെ ഫേസ് ഡിറ്റക്ട് ചെയ്തു. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സിന്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, എന്റെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ആപ്ലിക്കേഷനുകൾ എന്റെ ഫേസ് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് ബ്ലർ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ഞാനത് ബ്ലർ ചെയ്തതാണ്. ഇനി ഞാൻ ഇവിടെ ഒന്നും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേസ്ബുക്ക് ഉണ്ട്. ഞാൻ ഇവിടെ ഒന്നും ഫേസ്ബുക്ക് ലോക്ക് ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് ഇവിടെ പെർമിഷൻ എനേബിൾ ചെയ്യണം. ഞാൻ ഇവിടെ ഒന്നും ഇതിന്റെ പെർമിഷൻസ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും സെറ്റിംഗ്സിൽ ഫേസ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ സൈഡിലായിട്ടൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഫേസ് ലോക്ക് എനേബിൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്ക് ചെയ്യുകയാണ്. ബാക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കാൻ നോക്കുകയാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇനി നമ്മുടെ ഫേസിന് നേരെ ഈ ക്യാമറ കൊണ്ടുവരണം. നോക്കുക, നിങ്ങളുടെ കാണാൻ സാധിക്കും അൺലോക്ക് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ ഏത് ആപ്ലിക്കേഷനും നിങ്ങളുടെ ഫേസ് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഇനി നമുക്ക് ഇതിൽ കസ്റ്റമൈസ് തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ലോക്ക് സ്ക്രീനിൽ വേണ്ട തീം ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ തീം വേണമെങ്കിൽ ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ തീം ആഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് പ്രോ വേർഷന്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇനി പ്രോ വേർഷൻ എങ്ങനെയാണ് ഇതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഒരു ആരോ ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്റർ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കമ്പ്യൂട്ടർ എന്ന് എഴുതുന്നതിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. മൊബൈലിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ, ടിപ്സ് എന്നുള്ളതിന്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഞാനിവിടെ കമ്പ്യൂട്ടർ അതിനുശേഷം ക്യാപിറ്റൽ ലെറ്റർ ഇട്ടതിന് ശേഷം മൊബൈൽ ക്യാപിറ്റൽ ലെറ്റർ ടിപ്സ് എന്ന് കൊടുത്തു. ഇതാണ് ഇതിന്റെ ആക്ടിവേഷൻ കോഡ്. ഇനി നമുക്ക് ഇത് ആക്ടിവേറ്റ് ആവുമെന്ന് നോക്കാം. ഞാനിവിടെ ആക്ടിവേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങളുടെ കാണാൻ സാധിക്കും ഇതിന്റെ പ്രോ വേർഷൻ ആക്ടിവേറ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. മുമ്പ് ഇത് ഫ്രീ വേർഷൻ ആയിരുന്നു. ഈ വർഷം മുഴുവൻ ഇതിന്റെ പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സ് എന്നുള്ള കോഡ് ഇതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രോ വെർഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അത് ഇത് ഡൗൺലോഡ് ചെയ്യുന്ന മറ്റ് സുഹൃത്തുക്കൾക്ക് ഉപകാരമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.
വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.